ആകാശവാണി കണ്ണൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാരൻ പെരിയച്ചൂർ. മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ, മഞ്ഞുനിരാവ് നിലാവ് വിരിക്കും പൂങ്കാവനമുണ്ടേ. മലയാളിയുടെ മനസ്സിലെ ഭക്തിയും മുക്തിയും ഒത്തുചേർന്ന വരികൾ. മലയാളത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അയ്യപ്പ ഭക്തിഗാനം മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ വരികളാണെന്നത് ശ്രദ്ധേയം. മണ്ഡലം എന്ന വാക്ക് ആദ്യമായി പ്രയോഗിക്കുന്നത് ഋഗ്വേദത്തിലാണ്. ഋഗ്വേദത്തെ 10 മണ്ഡലങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. മണ്ഡല എന്നാൽ വൃത്തം എന്നാണ് ആദ്യം തന്നെ മനസ്സിൽ ഓടിയെത്തുക. എന്തുകൊണ്ടാണ് മണ്ഡലകാലം 41 ദിവസമായത്? അയ്യപ്പ ഭക്തന്മാർക്ക് വൃശ്ചികം 1 മുതൽ ധനു 11 വരെ നീണ്ടു നിൽക്കുന്ന 41 ദിവസക്കാലമാണ് മണ്ഡലകാലം. വൃശ്ചികക്കുളിരിൽ സ്വാമി ശരണം വിളികൾ കൊണ്ട് പ്രകൃതിയും മനുഷ്യനും നിർമ്മലമാകുന്ന കാലം. വൃശ്ചികം 1 മാല ധരിച്ച് കറുപ്പുമുടുത്ത് ബ്രഹ്മചര്യവും സസ്യാഹാരവും അനുഷ്ഠിച്ച് ഭക്തിയിലൂടെ സഹസ്രാര പത്മം വിരിയിക്കുന്ന പുണ്യകാലമാണ് മണ്ഡലകാലം. മണ്ഡലകാലം 41 ദിവസമായതിന് 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന് ജ്യോതിശാസ്ത്രപരമായ കാരണം, രണ്ടാമത്തേത് ആയുർവേദ സംബന്ധിയായതാണ്. ആധുനിക കാലത്ത് കാലമളക്കാൻ സൂര്യവർഷം ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഭൂമിക്ക് സൂര്യനെ ചുറ്റാൻ 365 ദിവസം വേണം. ഇതാണ് സൗരവർഷം. എന്നാൽ പ്രാചീന ഭാരതീയർ ചാന്ദ്രവർഷമായിരുന്നു പരിഗണിച്ചത്. അതായത് ചാന്ദ്രമാസം 27 ദിവസമാണ്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 തിഥികൾ അഥവാ നക്ഷത്രങ്ങൾ. അപ്പോൾ 12 ചാന്ദ്രമാസം ചേർന്നാൽ 324 ദിവസങ്ങളെ വരികയുള്ളൂ. സൂര്യദിനങ്ങളായ 365 നിന്നും ചാന്ദ്രദിനങ്ങളായ 324 കുറയ്ക്കുമ്പോൾ 41 ദിവസം വേണം സൂര്യനിലേക്ക് വൃത്തം അഥവാ മണ്ഡലം പൂർത്തിയാവാൻ, അതായത് ഭ്രമണം പൂർത്തിയാകാൻ. ആ അധികം വന്ന 41 ദിവസത്തെ മണ്ഡലകാലം എന്ന് വിളിച്ചു. മാത്രമല്ല ഏറ്റവും പരിശുദ്ധമായ 41 ദിവസങ്ങളാണ് അത് എന്നും കണക്കാക്കി. ഓരോ മനുഷ്യനും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക, പ്രകൃതിയെ അടുത്തറിയുക, ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക, കൃത്രിമമായി നിർമ്മിച്ചിരിക്കുന്ന വിശിഷ്ട വസ്ത്രങ്ങളും സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളും വർജിക്കുക, നഗ്നപാതരായി നടന്ന് മണ്ണിന്റെ ഗുണമറിയുക, പ്രകൃതിയാണ് വേദം അഥവാ അറിവ് എന്ന തിരിച്ചറിവുണ്ടാക്കുക, ലഘു ഭക്ഷണശീലം സ്വായത്തമാക്കുക, കാമചിന്തകൾ വെടിയുക എന്നീ ഉത്തമ ശീലങ്ങൾ ഉണ്ടാക്കാനുള്ള കാലമാണ് മണ്ഡലകാലം. ആയുർവേദത്തിൽ 41 ദിവസമാണ് മരുന്ന് സേവിക്കുമ്പോൾ പൂർണ്ണ ഗുണം ലഭിക്കുക അഥവാ അസുഖം ഭേദമാവുക എന്ന് പറയുന്നുണ്ട്. മനുഷ്യ മനസ്സിലെ ദുഷ്ടചിന്തകൾ ആത്മീയ മരുന്നുകൊണ്ട് 41 ദിവസം അയ്യപ്പസ്വാമിയെ ഭജിച്ചാൽ ഭേദപ്പെടുമെന്ന വിശ്വാസമാണ് ശബരിമലയുടെ മണ്ഡലകാലവും മണ്ഡലവിളക്കും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മണ്ഡലകാലവും ഞാറ്റുവേലയും തമ്മിൽ ബന്ധമുണ്ട്. ഒരു ഞാറ്റുവേലക്കാലം എന്നാൽ 13.5 ദിവസമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കറുത്ത വാവിന് 13.5 ദിവസം വേണം, വെളുത്ത വാവിനും 13.5 ദിവസം. 3 വാവുകൾ പൂർണ്ണമാകുന്ന കാലമാണ് മണ്ഡലകാലം അഥവാ 41 ദിവസം. ഋഗ്വേദത്തിൽ പറയും പ്രകാരം ഓരോ അയ്യപ്പനും സൂര്യചന്ദ്രന്മാരെ പോലെ ധർമ്മവഴിയിൽ സഞ്ചരിക്കുന്നു. മഹാകവി പി പാടിയതുപോലെ പ്രപഞ്ചമൂലം മണികണ്ഠൻ തിരുനാമം കണി കാണുന്ന മണ്ഡലകാലം സ്വാമിയെ ശരണമയ്യപ്പ എന്ന നവാക്ഷരി മന്ത്രം നവരസങ്ങളിലൂടെ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നുവെന്ന ആർഷവചനത്തിന്റെ ഉന്മേഷകാലമാണ്. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുകുമാരൻ പെരിയച്ചൂർ.